പാരീസിൻ്റെ സൗത്ത് സൈഡിലുള്ള പാർക്ക് ദെ സൂ എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് പാർക്കിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പാരീസിൽ നിന്ന് RER-B എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാർക്ക് ദെ സൂ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, നമുക്ക് ഈ പാർക്കിലോട്ട് എത്താൻ പറ്റും. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പഴയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ചെറിയൊരു 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഇതിൽ. ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. മാപ്പിലിട്ടാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ പോകുന്ന വഴിയെല്ലാം നല്ല വൃത്തിയുള്ളതാണ്, എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ, ചെറി ബ്ലോസം ടൈമും ആയതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ട് പോകുന്ന വഴിയെല്ലാം. റോഡ് സൈഡിലാണെങ്കിലും എല്ലാ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നിറയെ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ഈ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിലോട്ടാണ്. ഇതിന് ചുറ്റും കുറേ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് കുറേ സ്പേസുകളുണ്ട് ട്രീയുടെയൊക്കെ ഉള്ളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമുക്ക് ട്രക്കിങ് ചെയ്യുമോ അല്ലെങ്കിൽ ചുമ്മാ ജോഗിങ്ങോ വർക്കൗട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ചുമ്മാ വിശ്രമിക്കാനായിട്ടും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ മന്തിലെ ചെറി ബ്ലോസത്തിൻ്റെ ഹനാമി ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ഇവൻറ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ മിഡിലിൽ കാണുന്ന ഈ വെള്ളമില്ലേ, ഇത് ഈ പാർക്കിൻ്റെ ഒരു വലിയ പോർഷൻ ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് കുറേ താറാവും പിന്നെ അരയന്നങ്ങളും ഒക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കും ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പുറകെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഈ വെള്ളമില്ലേ, ഇതിങ്ങനെ കണ്ടിന്യൂസ് അപ്പുറത്തെ സൈഡിലോട്ടും പോകുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു തോട് പോലെയുണ്ട്. ഇവിടെ മിഡിൽ പാലം ഉള്ളതുകൊണ്ട് ഇനി അപ്പുറത്തോട്ട് നമുക്ക് ബോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ സൈഡിലാണ് നമുക്ക് ബോട്ടിങ് നടത്താൻ പറ്റുന്നത്. ബോട്ടിങ് പെയ്ഡാണ്. നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബോട്ട് കിട്ടും. നമ്മൾക്ക് തന്നെ ഇവിടെ തുഴഞ്ഞ് ഇതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റും. ഈ റൈറ്റ് സൈഡിലോട്ടും ഫുള്ളും ആക്സസ് ഉണ്ട്. ഇതുപോലെ നമുക്കിവിടെ ഫുള്ളും നമുക്ക് ഇതിനകത്ത് ബോട്ടിങ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന മിക്ക ആൾക്കാരും ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത്. ഇതിവിടെ ചെറി ബ്ലോസമിൻ്റെ സൈഡിലോട്ട് പോകുന്ന ഏരിയ കേട്ടോ. ഇതിങ്ങനെ എൻട്രൻസ് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ചെല്ലുമ്പം ഇവിടെ കുറേ മരങ്ങളുണ്ട്. അത് ഫുള്ളും നിറയെ പൂക്കളായിട്ട് നിൽക്കുക, നല്ല രസമാണ്. പക്ഷേ വീക്കെൻഡിൽ വരികയാണെങ്കിൽ നല്ല തിരക്കുണ്ടാകും, ശനി ഞായറും ഒക്കെ. ഇപ്പം ഏപ്രിൽ ആണ് ഇതിൻ്റെ മെയിൻ സീസൺ. ഒരു 40,000-ത്തിലധികം ആൾക്കാർ ഇവിടെ ഈ ഒരു സീസണിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. ഇവിടെ നല്ല ക്രൗഡായിരിക്കും. എല്ലാ മരത്തിൻ്റെ ചുവട്ടിൽ നിറയെ ആൾക്കാരുണ്ട്. നമുക്കിപ്പം ഇവിടെ വന്ന് ജസ്റ്റ് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് വെളിയിലുള്ള പാർക്കിൽ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അവിടെ അത്ര ക്രൗഡൊന്നുമില്ല. അവിടെ ഇരിക്കാനും കുറച്ചുകൂടെ സൈലൻ്റ് ആണ്. ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പ്രത്യേകിച്ച് വീക്കെൻഡിൽ. ഒരു ഏർലി മോർണിംഗിൽ വരികയാണെങ്കിൽ പിന്നെയും അത്രയും തിരക്കില്ല. ഒരു ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാവും. പിന്നെ നമ്മൾ ചെറി ബ്ലോസമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ കൊട്ടാരത്തിൻ്റെ സൈഡിലോട്ട് പോകുന്നത്. ഇത് വന്നിട്ട് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ്. ഇതൊരു 181 ഹെക്ടറിലധികം ഉണ്ട് ഈ ഒരു പാർക്ക്. അത്ര വലിയൊരു പാർക്കാണ് ഇത്. ലൂയി 14-ാമൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററിന് വേണ്ടിയിട്ട് അന്ന് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണിത്. ഇപ്പം ഇത് വന്നിട്ടൊരു മ്യൂസിയമാണ്. പാരീസ് സ്കൂളിലെ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനായിട്ട് മെയിനായിട്ട് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് എക്സിബിഷൻ പോലെയൊക്കെ പല രീതിയിലും ഇവിടെ നടത്താറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പെയ്ഡ് എമൗണ്ടിൽ നമുക്കിതിനുള്ളിൽ കയറി വിസിറ്റ് ചെയ്യാൻ പറ്റും ആ ടൈമിലൊക്കെ വന്നിട്ട്. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഈ കൊട്ടാരത്തിൻ്റെ 2 സൈഡിലായിട്ടാണെങ്കിലും നിറയെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടമാകും. പിന്നെ നമ്മൾ പാർക്കെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇറങ്ങിയത്. പക്ഷേ അത് കുറച്ച് ചുറ്റിക്കറങ്ങേണ്ടിയിരുന്നു. നിങ്ങളിപ്പോൾ ട്രെയിനൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ കയറിയ സെയിം ഡയറക്ഷനിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ
കുറേ നടക്കേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിലോട്ട്. മാപ്പിൽ അങ്ങനെയായിരിക്കും കാണിക്കുന്നത്. പക്ഷേ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ നല്ല കാണാൻ നല്ല രസമാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. പക്ഷേ കുറേ ദൂരം നടക്കേണ്ടി വരും. ഒരു 2 കിലോമീറ്ററിനടുത്ത് നമുക്ക് നടന്നാലേ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തത്തുള്ളൂ. നമ്മൾ ഏത് വഴിയാണോ കയറിയ ആ സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട്. നമ്മളൊരു ഫിനാക്കിൽ കയറി ഒരു മാക് ബുക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അതായിരുന്നു അന്നത്തെ ഫുൾ ഡേ.